നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് +1 ഇക്കണോമിക്സിൽ നിന്ന് 9ാമത്തെ ചാപ്റ്റർ ആണ്. ഇതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1ാമത്തെ പാർട്ട് നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തതാണ്, അതെല്ലാവരും എടുത്ത് കാണുക. ഇന്ന് നമ്മൾ പ്രധാനമായും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1ാമത്തെ ഭാഗം ഗ്ലോബൽ വാർമിംഗ് ആണ്. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ ആഗോള താപനം എന്നാണ് മലയാളം. ഓക്കെ, എന്താണ് ആഗോള താപനം എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ആഗോള താപനത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളും അനന്തര ഫലങ്ങളും ചോദിക്കാറുണ്ട്. ഓക്കെ, ഭൗമോപരിതലത്തിലെ ശരാശരി താപനിലയിലുണ്ടാകുന്ന വർധനവ്, ഭൗമോപരിതലത്തിലെ ശരാശരി താപനിലയിലുണ്ടാകുന്ന വർധനവിനെ വിളിക്കുന്ന പേരാണ് ആഗോള താപനം. അതായത് ഇപ്പോൾ നമ്മൾ ഭൂമി അകാരണമായിട്ട് ചൂട് പിടിക്കുന്നതിനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആഗോള താപനം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്? അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നതെന്നാണ്. ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? GHG എന്ന് പറയാം. അതായത് ഹരിതഗൃഹവാതകങ്ങൾ. ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഹരിതഗൃഹവാതകങ്ങളാണ്. അതായത് ഹരിതഗൃഹവാതകങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഹരിതഗൃഹവാതകങ്ങൾ എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡും മീഥെയ്നും ഒക്കെ ചേർന്നതാണ്. ഓക്കെ, കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ന് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ഗ്യാസസ് ആണ് ഇത് ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഉണ്ടാവാൻ, ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഈ പെട്രോളിയം, അതുപോലെ തന്നെ കൽക്കരി, അങ്ങനെയുള്ള കുഴിച്ചെടുക്കുന്ന വസ്തുക്കളൊക്കെ കത്തിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന പുക, ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ് ലൈക്ക് കോൾ, പെട്രോളിയം എക്സെട്ര. ഓക്കെ, അപ്പോൾ ഈ കോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കൽക്കരിയാണ്. അതുപോലെ പെട്രോളിയം, നമുക്കറിയാം പെട്രോളിയം നമ്മൾ കുഴിച്ചെടുക്കുന്നത് തന്നെയാണ്. പെട്രോൾ അല്ല, പെട്രോളിയത്തിൽ നിന്നാണ് പെട്രോളും ഡീസലും മണ്ണെണ്ണയൊക്കെ വേർതിരിച്ച് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ കത്തിക്കുമ്പോൾ ഇതിൽ നിന്നുണ്ടാകുന്ന പുക എന്തിന് കാരണമാകും? കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ന് പോലുള്ള വസ്തുക്കൾ എന്നുള്ള വാതകങ്ങൾ വമിക്കുന്നതിന് കാരണമാകും. അതുപോലെ അനിമൽ ഡങ്ക് കത്തിക്കുമ്പോൾ, അനിമൽ ഡങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ ചാണകം പോലുള്ള വസ്തുക്കളൊക്കെ കത്തിക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ അനിമൽ ഡങ്ക് എന്ന് പറയുന്നത്. ഡങ്ക് എന്ന് പറഞ്ഞാൽ ഈ ചാണകം പോലുള്ള വസ്തുക്കളാണ്, അതായത് വിസർജ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അത് കത്തിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന പുക, ഓക്കെ, അതിൽ നിന്ന് പ്രധാനമായിട്ടും റിലീസ് ചെയ്യപ്പെടുന്ന മീഥെയ്നാണ്. ഏറ്റവും ആപൽക്കരമായിട്ടുള്ള ഒന്നാണ്. പഴയ കാലത്തൊക്കെ ആളുകൾ നമ്മളെ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കാനൊക്കെ, അടുപ്പ് കത്തിക്കാനൊക്കെ ഈ വക സാധനങ്ങളൊക്കെ ചാണകമൊക്കെ കൊണ്ട് ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ നമുക്ക് തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റുകളിലൊക്കെ അവിടുത്തെ ആളുകളൊക്കെ ഇത് ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ശവം പിന്നെ ബേൺ ചെയ്യുന്നതിനൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ തടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെയൊക്കെ ഇത് ഇങ്ങനെ ഈ അപ്പം പോലെ നമ്മൾ ഈ നമ്മുടെ ചുമരിൽ ഇങ്ങനെ പരത്തി വയ്ക്കും. ഓക്കെ, ഈ ചാണകം അങ്ങനെ അത് ഉണക്കി അടർത്തി എടുത്തിട്ട് അത് അട്ടിക്ക് ഇങ്ങനെ എടുത്ത് വയ്ക്കും. അതൊരു വ്യാപകമായിട്ട് സെയിൽ ചെയ്യുന്നൊരു പരിപാടി കൂടെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ സിനിമകളിലൊക്കെ, തമിഴ് സിനിമകളൊക്കെ കാണുമ്പോൾ അതിൽ നിങ്ങൾക്ക് അത്തരം സീനുകളൊക്കെ കാണാൻ സാധിക്കും. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു കാരണങ്ങൾ. അപ്പോൾ എന്താണ്? അതായത് ആഗോള താപനത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്, അല്ലെങ്കിൽ ഹരിതഗൃഹവാതകങ്ങളാണ്. ഹരിതഗൃഹവാതകങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കുഴിച്ചെടുക്കുന്ന വസ്തുക്കൾ കത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ കൽക്കരി, പെട്രോളിയം പോലുള്ള വസ്തുക്കൾ കത്തിക്കുമ്പോൾ, അതുപോലെ തന്നെ ചാണകം പോലുള്ള വസ്തുക്കളൊക്കെ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട കോൺസിക്വൻസസ് അല്ലെങ്കിൽ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ്? ഈ ആഗോള താപനം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ആപത്തുകളാണ് ഉണ്ടാവുക? ഒന്നാമത്തേത്, നമ്മൾ പോളാർ ഐസ് മെൽറ്റ് ചെയ്യാൻ കാരണമാകും. പോളാർ ഐസ് എന്ന് പറഞ്ഞാൽ ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞാണ്. ഓക്കെ, ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുമലകൾ ഉരുകാൻ കാരണമാകുന്നു. അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. ഓക്കെ, രണ്ടാമത്തെ കാരണം കടൽ ജലനിരപ്പ് ഉയരുന്നു. കടൽ ജലനിരപ്പ് ഉയർന്നാൽ മൂന്നാമത്തെ കാരണം ഉണ്ടാകും എന്ത്? തീരപ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകുന്നു. തീരപ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കുടിവെള്ള പ്രശ്നമുണ്ടാകും. ഓക്കെ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ജീവജാലങ്ങൾ നശിക്കാൻ കാരണമാകും. ഓക്കെ, പിന്നെ കൊടുങ്കാറ്റുണ്ടാകും. പിന്നെ ട്രോപ്പിക്കൽ ഡിസീസസ്, അതായത് നമുക്ക് ഈ എന്താ പറയുക, പലതരത്തിലുള്ള മാറാ രോഗങ്ങളൊക്കെ ഉണ്ടാകും. ഓക്കെ, ഇതൊക്കെയാണ് അനന്തരഫലങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ആഗോള താപനത്തിൻ്റെ അനന്തരഫലങ്ങളായിട്ട് പറയുന്നത്: 1, ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകുന്നു. 2, കടൽ ജലനിരപ്പ് ഉയരുന്നു. 3, തീരപ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകുന്നു. 4, കുടിവെള്ള പ്രശ്നം ഉണ്ടാകുന്നു. 5,
ജീവികൾ, പലതരത്തിലുള്ള ജീവികൾ നശിക്കാൻ കാരണമാകുന്നു. അതുപോലെ 6-ാമത്തേത് കൊടുങ്കാറ്റുകൾ ഉണ്ടാകും. അതുപോലെ ട്രോപ്പിക്കൽ ഡിസീസ്, മാറാരോഗങ്ങൾ പിടിപെടും. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ ഗ്ലോബൽ വാർമിങ്ങുമായി ബന്ധപ്പെട്ട സമ്മേളനങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കും. അത് ചേരുംപടിയിലൊക്കെ വരും. ഗ്ലോബൽ വാർമിംഗ് എന്നൊരു ഭാഗത്തുണ്ടാവും, റൈറ്റ് സൈഡിൽ അത് ഇല്ലാതാക്കാൻ വേണ്ടി നടന്ന സമ്മേളനം. ഓക്കെ, UN കോൺഫറൻസിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ ജപ്പാനിലെ ക്യോട്ടോ എന്ന് പറയുന്ന പ്രദേശത്ത് 1997 നടന്ന ഒരു സമ്മേളനം ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ആഗോളതാപനത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി UN കോൺഫറൻസിൻ്റെ നേതൃത്വത്തിൽ ജപ്പാനിലെ ക്യോട്ടോ എന്ന സ്ഥലത്ത് 1997 നടന്ന സമ്മേളനം ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ രണ്ടാമത്തെ ഒരു സമ്മേളനം UN സമ്മിറ്റ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, കോപ്പൻഹേഗൻ സമ്മിറ്റ് എന്നറിയപ്പെടുന്ന ഒരു സമ്മേളനം ഉണ്ട്. അതും ഈ പറഞ്ഞ പോലെ തന്നെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നു തന്നെയാണ്. അത് ഡെൻമാർക്കിലെ കോപ്പൻഹേഗൻ എന്ന് പറയുന്ന സ്ഥലത്ത് 2009 നടന്നത്. ഓക്കെ, 2009 ഡെൻമാർക്ക് എന്ന് പറയുന്ന രാജ്യത്തെ കോപ്പൻഹേഗൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടന്ന സമ്മേളനമാണ് കോപ്പൻഹേഗൻ സമ്മിറ്റ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ രണ്ട് സമ്മേളനങ്ങൾ ഗ്ലോബൽ വാർമിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ക്ലിയർ അല്ലേ? ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഓസോൺ ഡിപ്ലീഷൻ. ഓസോൺ ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ ഓസോൺ നാശനം എന്നാണ്. അതായത് ഓസോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഭൂമിയെ, അതായത് സൂര്യനിൽ നിന്നുണ്ടാകുന്ന അൾട്രാവയലറ്റ് കിരണങ്ങളെ തടഞ്ഞു നിർത്തി, ഭൂമിയിലേക്ക് പ്രവേശിക്കാതെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്ന ഒരു കവചം, ഒരു ആവരണമായിട്ടാണ് എന്തറിയപ്പെടുന്നത്? ഈ പറഞ്ഞ ഓസോൺ ലെയർ അല്ലെങ്കിൽ ഓസോൺ പാളി അറിയപ്പെടുന്നത്. അപ്പോൾ ഓസോൺ പാളിയുടെ പ്രത്യേകത എന്താണ്? ഓസോൺ പാളി പ്രിവെൻറ്റ് ചെയ്യും, തടയും. എന്തിനെ? സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളെ ഭൂമിയിലേക്ക് കടത്തിവിടാതെ. ഓക്കെ, അങ്ങനെ തടഞ്ഞു നിർത്തുന്ന ഒരു ആവരണമാണ്, അന്തരീക്ഷത്തിൻ്റെ ഒരു പാളിയിലാണ് നമുക്കിത് കാണപ്പെടുന്നത്, ഓസോൺ കാണപ്പെടുന്നത്. ഓക്കെ, പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഈ ഓസോണിന് എന്ത് സംഭവിച്ചിട്ടുണ്ട്? നാശനം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നാശനം സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം മനുഷ്യൻ്റെ പ്രവൃത്തി കൊണ്ട് തന്നെയാണ്. അതായത് ക്ലോറോ ഫ്ലൂറോ കാർബൺ, CFC എന്ന് പറയും, അങ്ങനെ ചുരുക്കി പഠിച്ചാൽ മതി. CFCയുടെ അമിതമായിട്ടുള്ള ഉപയോഗം കാരണം ഇതിനെന്ത് സംഭവിച്ചിട്ടുണ്ട്? വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഓസോൺ പാളിക്ക് വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓസോൺ പാളി എന്തിനാണെന്നറിയാലോ? സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളെ ഭൂമിയിലേക്ക് കടത്തിവിടാതെ തടഞ്ഞു നിർത്തുന്ന ഭൂമിയുടെ ഒരു സംരക്ഷിത ആവരണമാണ് ഓസോൺ പാളി. ഈ ഓസോൺ പാളിക്ക് അടുത്ത കാലത്തായിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ട്? അതിന് വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താ? മനുഷ്യൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലം ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ വമിക്കുന്നു. എന്തൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ ഉണ്ടാവുന്നത്? അതായത് എയർ കണ്ടീഷണർ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന AC, അതുപോലെ തന്നെ റെഫ്രിജറേറ്റർ, നമ്മുടെ ഫ്രിഡ്ജ് എന്ന് വിളിക്കുന്ന റെഫ്രിജറേറ്റർ, അതുപോലെ നമ്മൾ പലതരത്തിലുള്ള സ്പ്രേ പെയിൻ്റ് ആവാം, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്ന സ്പ്രേ ആകാം. ഇതൊക്കെ ഈ CFC ക്ലോറോ ഫ്ലൂറോ കാർബണുകളാണ് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ അന്തരീക്ഷത്തിലേക്ക് വമിക്കുകയും അന്തരീക്ഷത്തിൽ നിന്ന് അത് ഓസോൺ പിടിച്ചെടുക്കുകയും അങ്ങനെ ഓസോണിന് നാശനം ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, ഈ ഓസോണിന് നാശനം ഉണ്ടായാൽ എന്തൊക്കെയാണ് നമുക്ക് സംഭവിക്കുക? അതിൻ്റെ അനന്തരഫലങ്ങൾ എന്താണ്? ഓസോൺ നശിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ്? ഡാമേജ് ടു ലിവിങ് ഓർഗാനിസം, ജീവജാലങ്ങൾ നശിക്കാൻ കാരണമാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. രണ്ടാമത്തേത് ജലജീവികൾ നശിക്കുന്നു, ജലത്തിലുള്ള ജീവികളൊക്കെ നശിക്കും. മൂന്നാമത്തേത് സ്കിൻ ക്യാൻസർ ഉണ്ടാകും, മനുഷ്യർ ഉൾപ്പെടെയുള്ള ജീവികൾക്കൊക്കെ എന്തുണ്ടാകും? സ്കിൻ ക്യാൻസർ. ഓക്കെ, ചർമ്മ അർബുദം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. ഈ ഓസോൺ ഡിപ്ലീഷനെ അല്ലെങ്കിൽ നാശനത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് കാനഡയിലെ മോൺട്രിയൽ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചൊരു സമ്മേളനം നടന്നു. ആ സമ്മേളനം അറിയപ്പെടുന്നത് മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്ന പേരിലാണ്. അപ്പോൾ മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഓസോൺ നാശനവുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ കോപ്പൻഹേഗൻ സമ്മിറ്റും ക്യോട്ടോ പ്രോട്ടോക്കോളും ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ആഗോള താപനവുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർമ്മയിൽ വയ്ക്കുക.
ഓക്കെ, ഇനി നമുക്ക് പ്രധാനമായിട്ടും എടുത്തു പറയാനുള്ളത് മലിനീകരണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ആ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു ടോപ്പിക്കിൽ ഉൾപ്പെടുത്താം. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. മാക്സിമം ഷെയർ ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.